ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റും വെച്ച് ഹൽവ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ 2 ഏലക്ക കൂടി ചതച്ചിട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് തിളയ്ക്കാനായി നോക്കിയിരിക്കുകയാണ്. തിളച്ച് വന്നു. അങ്ങനെ ഒരു പരുവത്തിന് തൊട്ട് മുന്നായപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. ബീട്രൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ക്യാരറ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യുമായിട്ടൊന്ന് സെറ്റായി വന്ന് ഇളക്കിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഹലുവ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ അതിന് നമ്മൾ നെയ്യ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ഹൽവയൊക്കെ ഒന്ന് സെറ്റായി വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ലേശം പഞ്ചസാരയൊന്ന് വിതറി കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിനെ ഒരു കേക്കിൻ്റെ ബൗളിലേക്ക് പകർന്നു വെച്ചു. അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളതേ ഒരു പാത്രത്തിലേക്ക് കമത്തിയെടുത്തു. എന്നിട്ട് നമ്മളിതൊന്ന് സെർവ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ഒരു ഹൽവയാണ്. അപ്പം നിങ്ങളാരും ഇത് മിസ് ചെയ്യരുത്. അപ്പം ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ മിക്ക വീടുകളിലും പച്ചക്കറിക്കകത്തൊക്കെ കിടക്കും, അതിനകത്ത് കിടന്ന് വാടിപ്പോകുന്നതല്ലാതെ ആരും ഇത് ഉപയോഗിക്കത്തില്ല. പക്ഷേ ഇത് നമ്മളൊന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് വെറുതെ കളയത്തില്ല. ആരും ഇത് മിസ് ചെയ്യരുത്, ഇത് ഉപയോഗിച്ച് നോക്കണം. ഓക്കെ, ബൈ, ടാറ്റാ.